ലോട്ടറി പോയ കടയിലാണ് ഞാനുള്ളത്. കൊല്ലത്തെ ജയകുമാർ ലോട്ടറീസിൽ ഈ ജയകുമാറിയുടെ വൈഫിൻ്റെ പേരിലാണ് അത് ലോട്ടറി ഓഫീസിൽ നിന്ന് ആ ലോട്ടറി എടുത്ത് കായംകുളത്തെ ഓഫീസിൽ നിന്നാണ് ലോട്ടറി എടുത്തത്. ചേട്ടാ 12 കോടി. വളരെ സന്തോഷമാണ്. നമുക്ക് കേരളത്തിലെ ആദ്യത്തെ ബമ്പർ വിൽക്കാൻ സാധിച്ച ഒരു ഏജൻസിയാണ് ഞങ്ങളുടേത്. അതുപോലെ തന്നെ ഇപ്പം BR 100ാമത്തെ ബമ്പറാണ് നടന്നത്. അതിലും 1ാം സമ്മാനം നേടിയപ്പോൾ വളരെ സന്തോഷം. അതെ ഒരു ലോട്ടറി ഏജന്റ് എന്ന നിലയിൽ നമുക്ക് പ്രൈസുകൾ വാങ്ങിക്കൊടുക്കുമ്പോഴാണല്ലോ നമ്മൾ ചെയ്യുന്ന തൊഴിലിന് ഒരു അർത്ഥം വരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഓണം ബമ്പറിലും നമുക്ക് 1 കോടിയുടെ 3 പ്രൈസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 50 ലക്ഷത്തിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നു. അന്നേരം നമ്മൾ 1962 തുടങ്ങിയ ഞങ്ങളുടെ അച്ഛൻ തുടങ്ങി വെച്ച ഒരു ബിസിനസ്സാണ്. ഇപ്പം ഞങ്ങൾ ബ്രദേഴ്സാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം കായംകുളത്ത് ലോട്ടറി മറ്റേ ഓഫീസിൽ നിന്ന് ട്രഷറി ലോട്ടറി ഓഫീസിൽ നിന്ന് എൻ്റെ വൈഫ് ലേയ എസ് വിജയൻ്റെ പേരിലാണ് ഈ ടിക്കറ്റ് വാങ്ങി ഞങ്ങൾ ജയകുമാർ ലോട്ടറി സെന്ററിൽ കൊണ്ടാണ് ഈ കടയിലാണ് ഇത് വിറ്റത്. ഈ കടയിൽ നിന്നാണ് സബ് ഏജന്റ് ലോട്ടറി സബ് ഏജന്റ് വാങ്ങിച്ചത് ഈ കടയിൽ നിന്നാണ്. ആരാണെന്ന് അറിയുമോ? അത് ദിനേഷ് കുമാർ അല്ലേ? നമ്മുടെ ദിനേഷ് കുമാർ എന്നുള്ള ഏജന്റാണ്. അദ്ദേഹം എത്തിയിട്ടില്ല. അന്നേരം ഈ വളരെ സന്തോഷം. നമ്മൾ ഈ പറഞ്ഞ പോലെ 1962 കേരള ലോട്ടറിയുടെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാകാൻ സാധിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ നേരത്തെ സൂചിച്ച പോലെ 1ാമത്തെ പ്രൈസും ബമ്പറിന്റെ 1ാമത്തെ പ്രൈസും അതുപോലെ തന്നെ BR 100ന്റെ പ്രൈസ് 1ാം സമ്മാനം മേടിക്കൊടിച്ചുകൊണ്ട് വീണ്ടും ഒരു ചരിത്രത്തിന്റെ ഭാഗം. ഞങ്ങൾ തമ്മിൽ കഴിഞ്ഞ ഒരു ബമ്പറിന്റെ ഒരു കഥ പറയാനുണ്ട്. അതായത് കഴിഞ്ഞ ഓണം ബമ്പറിന്റെ സമയത്ത് ഞാനിവിടെ എത്തിയെന്ന് വിജയകുമാറിയാണ് എനിക്ക് ലോട്ടറി എടുത്തത്. പക്ഷേ എനിക്ക് ഓണം ബമ്പർ അടിച്ചില്ല. ഇത്തവണ നിങ്ങൾ അടിക്കുന്ന സമയത്ത് തന്നെ വിളിച്ചില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് നമുക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചില്ലെന്നേ ഉള്ളൂ. 3 സെക്കൻഡ് പ്രൈസ് 1 കോടിയുടെ 3 എണ്ണം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കണ്ണൻജി ഇപ്പം വരാൻ പറ്റി. 12 കോടിയുടെ ഒരു സന്തോഷമാണ് നമുക്ക് ഇന്ന് തരാൻ പറ്റിയത്. വളരെ സന്തോഷം. എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ, എടുക്കുന്നവർക്ക് മാത്രമേ അടിക്കത്തുള്ളൂ. കണ്ണൻജി ഇനിയും എടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും. അതായത് ജയകുമാറിയുടെ വൈഫ് ആണ് കായംകുളത്തെ ഓഫീസിൽ നിന്ന് ലോട്ടറി വാങ്ങിച്ചത്. എന്തായാലും ഈ ലഡുവൊക്കെ തന്നിട്ടുണ്ട്. വലിയ സന്തോഷത്തിൽ തന്നെയാണ്. ഈ ഇവിടെ നിന്ന് വിറ്റ ലോട്ടറിക്കാണ് ദിനേശ് എന്ന് പറയുന്ന ഒരു ഏജന്റാണ് ആ ലോട്ടറി വാങ്ങിയത്. ആ വ്യക്തി വിറ്റ ലോട്ടറിക്കാണ് ഇപ്പോൾ സമ്മാനം അടിച്ചിരിക്കുന്നത്. ആ ഭാഗ്യവാൻ ആരാണെന്ന് സംബന്ധിച്ചൊരു വ്യക്തതയില്ല പ്രജീഷ്. കാര്യം മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ചില ഭാഗ്യവാന്മാർ ഒളിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാകുമോ ഇത്തവണ എന്ന് കൂടിയൊരു നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഇവിടുത്തെ ഈ ലോട്ടറി വിറ്റ കടയിലെ ആൾക്കാരെല്ലാം തന്നെ ഉള്ളത്. കാരണം എന്തായാലും ഈ ദിനേശൻ ആരാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ വളരെ കൗതുകത്തോടു കൂടിയുള്ള വരും നിമിഷം. കഴിഞ്ഞ തവണത്തെ നമ്മുടെ അറിയാമല്ലോ, കഴിഞ്ഞ ബമ്പർ നറുക്കെടുപ്പ്, ഓണം ബമ്പർ നറുക്കെടുപ്പ് കഴിഞ്ഞിടത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ സൂചനകൾ പോലും നമുക്ക് ലഭ്യമാകുന്നത്. അങ്ങനെ ഈ അടുത്തിടെയുള്ള ഈ സമ്മാനം, ഈ ബമ്പർ സമ്മാനമായാലും ചെറു സമ്മാനങ്ങളിൽ പോലും ആളുകൾ പുറത്തേക്ക് വരാൻ മടിക്കുന്നുണ്ട്. ഈ കട ഇപ്പോൾ കണ്ണം പരിചയപ്പെടുത്തിയ ആ ഏജൻസിയിലും ഇതുപോലെ ഒക്കെ അവർക്കൊക്കെ അനുഭവം ഇങ്ങനെയാണോ? ഒട്ടേറെ ബമ്പർ സമ്മാനങ്ങൾ അടിച്ച ഒരു കടയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോട്ടറി ഏജൻസികളിൽ ഒന്നാണ് ജയകുമാർ ലോട്ടറീസ്. അങ്ങനെയുള്ള ഒരു ലോട്ടറി ഏജൻസിയിലാണ് ഇത്തരത്തിലുള്ള ഒരു ലോട്ടറി ഇത്തവണത്തെ പൂജാ ബമ്പർ അടിച്ചിരിക്കുന്നത്. കാര്യം പൂജാ ബമ്പറിൻ്റെയും ലോട്ടറി ടിക്കറ്റുകൾ പല സബ് ഓഫീസുകളിൽ നിന്ന്, പല ജില്ലകളിലെ പല സബ് ഓഫീസുകളിൽ നിന്ന് ഇവർ വാങ്ങാറുണ്ട്. ഇപ്പോൾ കായംകുളമായാലും കരുനാഗപ്പള്ളി ആയാലും ചെങ്ങന്നൂർ അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിലെയും സബ് ഓഫീസുകളിൽ നിന്ന് വാങ്ങാറുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ജയകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ വൈഫിൻ്റെ പേരിൽ കായംകുളത്ത് നിന്ന് ആ ലോട്ടറി വാങ്ങി കൊല്ലത്തേക്ക് എത്തിച്ചു. കൊല്ലത്ത് ദിനേശ് എന്ന് പറയുന്ന ഒരു ഏജന്റ് മുഖേനയാണ് ആ ലോട്ടറി വിറ്റത്. പക്ഷേ ആ ഏജന്റിനെ ഇതിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ പുള്ളിക്ക്? ഏജന്റ് പ്രജീഷ ഏജന്റ് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തും. ഏജന്റ് എത്തിയെങ്കിൽ മാത്രമേ ആരാണ് ഈ ലോട്ടറി വാങ്ങിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ആ ലോട്ടറി ഏജന്റിന്റെ കൈവശം തന്നെയാണോ എന്നുകൂടി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും ആ ഏജന്റ് അല്പസമയത്തിലൂടെയൊക്കെ വരും. ഞാൻ എന്തായാലും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. വലിയ സന്തോഷത്തിൽ തന്നെയാണ്. ഇപ്പം ഈ കടയിൽ നിന്ന് കഴിഞ്ഞ ഓണം ബമ്പർ ഈ കടയിൽ ഞാൻ വാർത്ത ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ഞാനൊരു ഓണം ബമ്പർ എടുത്തിരുന്നു. വലിയ അടിക്കുന്നൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ അന്ന് അടിച്ചില്ല. പക്ഷേ ഓണം ബമ്പർ പോയി. ഇനിയും ഒരുപാട് ബമ്പർ എല്ലാ വർഷവും എണ്ണമൊക്കെ കൂട്ടാനുള്ള പരിപാടിയിലേക്കാണ്. അവിടെയൊക്കെ ആളുകൾ ഈ സംഭവം പറഞ്ഞപ്പോഴേക്ക് അവിടേക്ക് എത്തി കൂടുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. ക്യാമറ അങ്ങോട്ട് തിരിച്ചാൽ അവിടെ വേണമെങ്കിൽ പ്രതികരണങ്ങൾ. തീർച്ചയായിട്ടും ആളുകളൊക്കെ കൂടുന്നുണ്ട്. ചേട്ടാ എന്തായി ഇപ്പം ബമ്പർ അടിച്ച് അറിഞ്ഞാ? തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരാണ്. ഇവിടുന്ന് ബമ്പർ അടിച്ച് വളരെ സന്തോഷമുണ്ട്. ഇനിയും കൂടുതൽ ആൾക്കാർ വന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വിശ്വസ്തയാണ് നമുക്ക് ആൾക്കാരിലോട്ട് എത്തുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് നമ്മുടെ ബമ്പറിൻ്റെ ചരിത്രത്തിൽ 1ാം ബമ്പർ അടിച്ചതാണ് ഈ ജയകുമാർ എന്ന് പറയുന്ന ആ വ്യക്തിക്ക്. അതുപോലെ തന്നെ ഇപ്പം 100ാമത്തെ ഈ ബമ്പറും ഇവർക്ക് തന്നെ അടിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നേരത്തെ അടിച്ചിട്ടുണ്ടോ?
ടിക്കറ്റ് നമുക്കുള്ള അടിച്ചിട്ടില്ല എങ്കിൽ തന്നെ നമ്മളോട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ അടിച്ചതായിട്ട് നമുക്ക് അടിക്കുന്നുണ്ട്. അതായത് ഇവിടുന്ന് എടുക്കുന്ന പല ആൾക്കാർക്കും അടിക്കുന്നുണ്ട്. ചേട്ടാ സ്ഥിരം ലോട്ടറി അടിക്കുന്നതാണോ? ഞാൻ ഈ കടയിൽ നിന്ന് സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുന്നതാണ്. ഇതുവരെ വലിയ പ്രൈസ് ഒന്നും അടിച്ചിട്ടില്ല. 500, 1000, 2000 ഒക്കെ അടിച്ചിട്ടുള്ളൂ. എന്തായാലും ഭാഗ്യദേവത കാത്തിരിക്കുന്നുണ്ട്. അടുത്തടുത്ത് വരും. എന്തായാലും അടിച്ച അവർക്ക് ദൈവം കൊടുത്ത നിധിയാണ്. അനുകരിക്കട്ടെ എല്ലാവരും. ചേട്ടാ ലോട്ടറി എടുക്കുന്നതാണോ സ്ഥിരം? സ്ഥിരം എടുക്കുന്നതാണ്. സ്ഥിരം എടുക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ എനിക്ക് 13 നമ്പറിന്റെ വ്യത്യാസത്തിലാണ് പോയത്. നമ്പർ എടുത്തായിരുന്നോ? മെമ്പർ എടുത്തു. അടിച്ചോ? എന്തായാലും അടുത്ത തവണ അടിക്കും. ഓക്കെ, നമ്മുടെ അടുത്ത സ്ഥലം 13 നമ്പറിൽ പോയോ? എത്രാമതാ? ഇവിടെ നമ്മുടെ അടുത്ത സ്ഥിരം എടുക്കുന്ന കടയാണ്. അവിടെ തന്നെ 13ാമത്തെ നമ്പർ ലാസ്റ്റ് 95 എടുത്തേക്കുന്നത്. എത്രയാ പോയത്? അല്ല, ടിക്കറ്റിന് അടിച്ചിട്ടില്ല. ഇല്ല. ചേട്ടാ ടിക്കറ്റ് എടുക്കുന്ന ആളാണോ? വല്ലപ്പോഴും ഒക്കെ എടുക്കാറുണ്ട്. അത് നമ്മുടെ ഇവിടെ നിന്ന് തന്നെ നമ്പർ എടുത്തായിരുന്നോ? നമ്പർ എടുത്ത് ചെയ്തവരെ നോക്കിയില്ല. നോക്ക്, ചിലപ്പോ അറിയാനൊക്കത്തില്ല. വന്ന് വെറുതെ നിൽക്കുക, നോക്ക്. തീർച്ചയായിട്ടും നോക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് 5000 നോക്ക്. എന്തായാലും നമുക്കിപ്പോ നോക്ക്, ചിലപ്പോ ആ ഭാഗ്യവാനാണെങ്കിലും. നോക്കാം. എന്തായാലും കുറെ ഏറെ ആൾക്കാർ മുട്ടായി കൊടുത്ത് നടക്കുകയാണോ? ജീവനക്കാരനാ? ജീവനക്കാരനാണ്. എന്തുണ്ട്, സന്തോഷമാണോ? ഹാപ്പിയാണ്, സന്തോഷമായിട്ടിരിക്കുന്നു. എല്ലാവരും സന്തോഷത്തോട്ടിരിക്കട്ടെ. ലോട്ടറി എടുത്തായിരുന്നോ? ലോട്ടറി എടുക്കുന്നുണ്ട്. നമ്പർ എടുത്തോ? ബമ്പർ എടുത്തില്ല. എടുക്കണം കേട്ടോ, ചിലപ്പോൾ നിങ്ങളുടെ കടയിൽ നിന്ന് അടിച്ചത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമായി. എടുക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും ഇനി എടുക്കും. കാരണം വലിയ സന്തോഷമായി. കാരണം നമുക്ക് ഓണം ബമ്പർ അടിച്ചില്ല, ഈ ബമ്പർ അടിച്ചല്ലോ. ഓണം ബമ്പർ 1 കോടി അടിച്ചില്ലേ? അതടിച്ചായിരുന്നു. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. സാധനം ചെയ്യുന്നു. എന്തുകൊണ്ട് ലോട്ടറി എടുത്തായിരുന്നു? ഓണം ബമ്പർ എത്ര പറ്റും? പൂജ ബമ്പർ വിറ്റല്ല. പൂജ ബമ്പർ ഇവിടുത്തെ ബമ്പർ തന്നെ ഞാൻ വിറ്റത്. ഞാൻ ഈ സ്ഥിരം കാണുന്നതാണ് അവിടെ. ഞാൻ എപ്പോൾ കണ്ടാലും എന്നെ കൊണ്ട് ലോട്ടറി എടുപ്പിക്കുന്ന ഒരു അമ്മയാണ്. പൂജ ബമ്പർ എന്തെങ്കിലും അടിച്ചോ? അറിയാൻ വയ്യ, ഇനിയല്ലേ വരത്തോളൂ. ഇനിയും വിറ്റ ടിക്കറ്റാണോ നോക്ക്, അറിയാനൊക്കത്തില്ല. പോയി നോക്ക്. എന്തായാലും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. കാര്യം ഈ ഓണം രസമതല്ല. കാരണം 4 ദിവസം പാടെയാണ് ഞാൻ കായംകുളത്ത് നിന്ന് വന്നിട്ട് പോയത് കേട്ടോ. അവിടെയാണ് ബസ് ഇറങ്ങി ഒരാവശ്യമായിട്ട് വരണമായിരുന്നു. പക്ഷെ ഒരു കൈ നോക്കാമായിരുന്നു അല്ലേ? അല്ല പ്രതീക്ഷ എടുത്തു പറയേണ്ടത് ഞാൻ കായംകുളത്തുകാരനാണ്. ദിവസവും കായംകുളത്ത് പോയി വരുന്ന ആളാണ്. ഞാൻ എടുത്തില്ല. സ്ഥിരം കൊല്ലത്ത് വരുന്ന ആളാണ്. ഞാൻ എടുത്തില്ല. പക്ഷേ വേറെ ആരോ ഭാഗ്യവാനുണ്ട്. നമുക്കിനി ഭാഗ്യമാണല്ലോ. അതങ്ങനെയാണല്ലോ. ഈ പറഞ്ഞ വ്യക്തി, ഈ സബ് ഏജന്റ് എന്ന് പറഞ്ഞ കക്ഷി, അദ്ദേഹം ഇപ്പം വരാറായോ? അവിടേക്ക് എത്താറായോ? അടുത്തുള്ള ആളാണോ? കായംകുളം ആ അടുത്ത പ്രദേശങ്ങളിലുള്ള ആണെങ്കിലും ആണോ അത്? ചേട്ടാ ഏജന്റിനെ കിട്ടിയോ? ദിനേശിന്റെ പേരുണ്ടോ ടിക്കറ്റ്? അതോ വന്നിട്ടില്ല. അദ്ദേഹത്തിന് ആ ഭാഗ്യവാനെ വേണ്ടിയുള്ള പ്രതീക്ഷയിലാണ്. ആണല്ലേ? ആരാന്നറിയാവോ? വരണം. നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വരും, തീർച്ചയായിട്ടും വരും. നിങ്ങളുടെ കയ്യിൽ ടിക്കറ്റ് ഇരിപ്പുണ്ടോ എന്നൊന്ന് നോക്കിക്കോ. എന്നാലും എൻ്റെ കയ്യിലില്ല. ഞാൻ പൂജ ബമ്പർ എടുത്തില്ല. വരാതിരിക്കില്ല എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കാര്യം അത് തന്നെയാണല്ലോ, പ്രതീക്ഷയാണല്ലോ. എന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു ദിവസം അടിക്കും. അതുകൊണ്ട് ഭാഗ്യവാൻ വരാതിരിക്കില്ല എന്നുള്ള പ്രതീക്ഷയാണ് വിജയവർണ്ണ പങ്കുവെക്കുന്നതും. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ഏജന്റ് ഇവിടേക്ക് എത്തും. ആ ഏജന്റിന്റെ പേര് കൃത്യമായിട്ടൊന്നും ദിനേശ് എന്നുള്ള പേരാണ്. ഏകദേശം 99% സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി അത് ഒരു അദ്ദേഹം തന്നെയാണ്. ദിനേശിനൊക്കെ ഇതിന്റെ കമ്മീഷൻ കിട്ടും. അതൊക്കെ വലിയ സന്തോഷമാണ്. നല്ല അനുഭവങ്ങളായത് മാറുകയാണ്.